ആർ യു ഹാപ്പി കുട്ടു? ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് കുറച്ച് പർച്ചേസിങ്ങിന്റെ ആട്ടോ. നമ്മൾ തൊടുപുഴയിൽ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഈ മാസം മോട്ടുവിന്റെയും കുട്ടുവിന്റെയും പപ്പയുടെയും ബർത്ത്ഡേ. അപ്പം നമ്മളിന്ന് മോട്ടുവിനും കുട്ടുവിനുമായിട്ടാണ് സാധനം വാങ്ങാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. സോ നമുക്ക് പോവാം. ഒരു 7:30 ആയപ്പോഴാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെന്നത്. പക്ഷെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ കുട്ടുവിന്റെ കണ്ണ് പോയത് അവിടെ ഇരുന്ന ഷൂസിലോട്ടാട്ടോ. കുട്ടു കുറച്ചധികം നാളായിട്ട് ഷൂസ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞു ഷൂസ് വാങ്ങിക്കോളാം. സ്റ്റുഡിയോയുടെ ബാഗ് ഒക്കെ എടുത്ത് നമ്മൾ അതിലോട്ട് കുട്ടുവിന്റെ ഷൂസ് ഒക്കെ ഇട്ട് അതിനുശേഷം ഇതേ നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള ജെൻ സെക്ഷനിലോട്ട് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മോട്ടുവിന് ഷൂ എടുക്കണം, അതുപോലെ തന്നെ അവന്റെ ഡ്രസ്സ് എടുക്കണം. അതിനിങ്ങനെ എല്ലാവരും വട്ടം തിരിഞ്ഞ് നടക്കുക. ആർ യു ഹാപ്പി കുട്ടു? ഇഷ്ടപ്പെട്ടോ? മൂന്നെണ്ണം എടുത്ത് വെച്ച് ഓക്കെ പോയിട്ടോ. നമ്മൾ അവിടുന്ന് കുറേ ഷർട്ടുകൾ എടുത്തു കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഫൈനൽ ചെയ്യണം. അപ്പൊ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അവനെ കൊണ്ട് ഇടിപ്പിച്ച ട്രയൽ നോക്കുക കേട്ടോ. ഈ പാന്റും ആ ഒരു ബനിയനും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്താ കേട്ടോ. അത് ഇച്ചിരി ലൂസാണ്, നമുക്ക് വേറെ എടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പച്ചപ്പാൻ ഇടാൻ പറഞ്ഞത്. വന്ന് തൊടുപുഴയിൽ സ്റ്റുഡിയോയിൽ കളക്ഷൻ തീരെ കുറവാട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് നോക്കി അടക്കും, എന്തേലും വെറൈറ്റി ഉണ്ടോ ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം ഒരുമാതിരി പഴഞ്ചൻ സാധനങ്ങളായിരിക്കും. എല്ലാം ഒന്നും പഴഞ്ചനല്ല കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ഒരു എന്തേലും വെറൈറ്റീസ് കാണും. പക്ഷെ ഇവിടെ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലായിരുന്നു. ലാസ്റ്റ് നമുക്ക് 1-2 ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മോട്ടുവിന്റെ കുറെ ട്രയൽ നോക്കി അവസാനം നമ്മൾ ഒരെണ്ണം ഫൈനലൈസ് ചെയ്തേ. നമ്മൾ എന്തിനാ അപ്പ വന്നേ? ഇനി കുട്ടുവാവട്ടെ ടേൺ ആട്ടോ. പുള്ളിക്കാരത്തിക്ക് കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ മനസ്സിൽ എന്തോ ഒരു സാധനമുണ്ട്, പക്ഷെ അത് അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവളോട് ഞാൻ പറഞ്ഞു എല്ലാം ഒന്ന് ഇട്ട് നോക്കാൻ വിട്ടാട്ടോ. ആർ യു ഹാപ്പി മമ്മി? യെസ്. അങ്ങനെ കുട്ടുവിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം പപ്പ എടുത്തിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. എൻ്റെ ടേൺ ആയിരുന്നു. ഞാൻ നോക്കിയിട്ട് എവിടെ തുടങ്ങണം എവിടെ തീർക്കണം എന്ന് ഒരു എത്തുമ്പോഴും കിട്ടുന്നില്ല. അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ബാംഗിൾസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇയറിംഗ്സ് ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റി ചെയിൻസ് ഉണ്ടായിരുന്നു. എന്താ എടുക്കേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടുക്കുമേ? എനിക്ക് അവിടുത്തെ ലിപ്സ്റ്റിക്സും നെയിൽ പോളിഷ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിട്ടോ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ആകെ ഇഷ്ടപ്പെട്ട ആ ഒരു കളർ നെയിൽ പോളിഷ് ആട്ടോ. അമ്മയ്ക്ക് വേണ്ടി അമ്മ ആകെ എടുത്ത ആ ഒരു നെയിൽ പോളിഷ് മാത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരൊറ്റ ഷീറ്റ് മാസ്കും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓരോ ഷീറ്റ് മാസ്ക് ആയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കും എങ്ങനെയാന്നൊക്കെ ഉള്ളത്. പിന്നീട് ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് നോക്കി. എന്താണെന്നും അറിയത്തില്ലാത്ത കാരണം ഞാൻ പിന്നെ അവിടുന്ന് പയ്യെ സൈഡായിട്ടോ. കുറച്ചിങ്ങ് മാറി നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ കോമ്പോസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സും അതുപോലെ നെയിൽ പോളിഷ് ഒക്കെ അവിടെ കിടക്കുന്നത് കണ്ടേ. അങ്ങനെ ദേ പപ്പ ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഫുൾ ഐറ്റംസ് ആ ഒരു കവറിലും ആക്കി ഇതേ വന്നിട്ടുണ്ട്. മണി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതേ അവിടെ നിന്ന് പയ്യെ ഇറങ്ങിട്ടോ. തിരിച്ചു വന്നപ്പോൾ ഞാനാട്ടോ ഡ്രൈവ് ചെയ്ത്. സ്റ്റുഡിയോയുടെ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 പേര് ട്രിബിൾസ് അടിച്ച ഒരു സ്കൂട്ടിയിൽ നേരെ വന്ന് കയറേണ്ടത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ അവിടെ ബ്രേക്ക് ഇട്ട് നിർത്തിയത് കാരണം കയറിയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണം. അപ്പൊ പതുക്കെയാ പോകുന്ന വണ്ടിയെല്ലാം പോയിട്ട് ക്ലോസ് ചെയ്യാൻ ഓർത്ത്. അപ്പൊ ദേ ഈ വന്ന് കയറുന്നവന്മാര് ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലൈറ്റ് ഓൺ ആക്കിയല്ലേ വരുന്നത്. ഈ പൊട്ടന്മാർക്ക് അവിടെ നിന്ന് വണ്ടി വരുന്നത് കാണാൻ പറ്റില്ല. ഈ ഇടവഴിയിലോട്ട് കയറുമ്പോൾ നേരെ കയറി വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കയറണ്ടേ. ഡ്രൈവിംഗ് പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ. അതിപ്പോൾ നൈറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ അല്ലാതെ രാവിലെ ആയിക്കോട്ടെ എപ്പോൾ വണ്ടി ഓടിക്കണേലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അതിപ്പോൾ പപ്പ വീട്ടിലുണ്ടെങ്കിലും ഇല്ലേലും ഞാൻ വീട്ടിൽ എപ്പോൾ ചെന്നാലും എത്ര ചെറുതോ വലുതോ ആയ ആവശ്യങ്ങൾക്ക് പോലും ഞാൻ വണ്ടി എടുത്തോണ്ട് ചാടി ഇറങ്ങും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാനായിട്ട്. മിക്കപ്പോഴും ട്രിപ്പൊക്കെ പോകുമ്പോൾ പപ്പ കാണും കേട്ടോ. എന്നാൽ കൂടി പപ്പ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതല്ലാതെ വണ്ടി ഓടിക്കാൻ വരില്ല. കാരണം എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമായിട്ട് പപ്പ ഒരിക്കലും പിടിക്കാൻ വരില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേ. സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചത് ഓരോന്നായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാവേ. അപ്പോൾ ഫസ്റ്റ് ഇതേ ഈ ഒരു പെയർ ഷൂസ് ആട്ടോ. ഇതൊരു ബ്ലൂവും ഗ്രേയും വൈറ്റും കോംബോ വരുന്നൊരു ഷൂസ് ആട്ടോ. നല്ല അടിപൊളി പെയറാണേ. ഇത് മോട്ടുകുട്ടിന് വാങ്ങിച്ചാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാവേ. അടുത്തത് കുട്ടുവിൻ്റെ ഈ ഒരു പെയർ ഷൂസ് ആട്ടോ. കുട്ടുവായിക്ക് വാങ്ങിച്ചത്. ഇവരുടെ 2 ബർത്ത്ഡേ വരുന്ന ഫെബ്രുവരിയിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അവസാന സമയം കിടന്ന് ഓടുണ്ടല്ലോ. അപ്പോൾ കുട്ടുവാവയുടെ ഈ ഒരു കളർ കോംബോ വരുന്ന ഷൂസ് ആട്ടോ. നമുക്ക് അടുത്ത് നോക്കാവേ. ഇത് മോട്ടുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തൊരു പാൻറ്റാട്ടോ. ഒരു ബാഗി മോഡൽ വരുന്നൊരു പാൻറ്റാണേ. ഇതാട്ടോ അവൻ്റെ ബർത്ത്ഡേക്ക് എടുത്തേക്കുന്ന ഷർട്ട്. ഈ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് വരുന്നത് ഈ ഒരു ഷർട്ട്.
അടുത്തത് വരുന്ന കുറച്ച് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആട്ടോ. ഇത് ഒരു 3-4 നമ്മൾ ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട് ഫേസിലിടാൻ വേണ്ടി. ഒരു 49 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മളൊരു 3-4 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മസ്കാര എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല വോളിയം തരുന്നൊരു മസ്കാര കേട്ടോ. ഇത് നമ്മുടെ കോട്ടൺ പാഡ്സ് ആട്ടോ. ഇതിൻ്റെ അകത്തൊരു 60 പാഡ്സ് ഉണ്ട്. പിന്നെ നമ്മളൊരു 3 വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ ഐ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്, പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ ഫേസിലെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്, പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുന്ന വൈപ്സ് ആട്ടോ. പിന്നെ ഇത് ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് ജെൻ സെക്ഷൻ കേട്ടോ. എല്ലാവരും വാങ്ങുന്നൊരു സാധനമാണ് ഈ 3 കോംബോ വരുന്ന ഒരു ലിപ്സ്റ്റിക്ക്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് കുട്ടുവാ വാങ്ങിച്ചാട്ടോ. ഇത് ഞാൻ എടുത്താട്ടോ, ഈ ഒരു 4 ഷെയ്ഡ് വരുന്ന നമ്മുടെ നെയിൽ പെയിൻറ്. ഇത് മമ്മി എടുത്താട്ടോ, ഈ ഒരു ചെറി റെഡിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു നെയിൽ പോളിഷ്. ഇത് ഞാൻ എടുത്താണ്, ഒരു ലിപ് ഗ്ലോസ് ആണ്, നമ്മുടെ ഒരു പ്ലം എഫക്റ്റ് വരുന്ന ഒരു ലിപ് ഗ്ലോസ് ആട്ടോ. അത് നമ്മുടെ കവറെല്ലാം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.